പലപ്പോഴും ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നതായ സാഹചര്യങ്ങളും സിറ്റുവേഷൻസും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നെന്നിരിക്കാം. എന്ന് വെച്ച് നമ്മളെ ദൈവം എന്നേക്കുമായിട്ട് തള്ളിക്കളഞ്ഞു എന്നുള്ള തെറ്റായ ചിന്താഗതി സാത്താൻ കൊണ്ടുവരുമ്പോൾ വഴിക്കണ്ണുമായിട്ട് നമ്മളെ നോക്കിയിരിക്കുന്ന ആ ദൈവത്തിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. സക്കായിയുടെ അടുത്ത്, പാപിയായ സക്കായിയുടെ അടുത്ത്, ഞാൻ നിന്റെ ഭവനത്തിൽ വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ യേശുവിനെ നമ്മൾക്ക് ഗ്ലോറി ടു ഗോഡ് ഇൻ ദ ഹൈസ്റ്റ്. നസ്രായനായ യേശുവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിശ്വാസികളെ ഏറ്റവും കൂടുതൽ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതായ ഒരു ഘടകമാണ് പാപഭാരം അല്ലെങ്കിൽ സിൻ കോൺഷ്യസ്നെസ്. ഞാൻ പാപിയാണ്, ഇതുകൊണ്ട് തന്നെ ദൈവത്തിന് എന്നെ ഇഷ്ടമില്ല എന്നുള്ള ഒരു തോന്നൽ. ഇതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കോ അവൻ്റെ ഫേവറിനോ ഒന്നും എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടത്തില്ല എന്നുള്ള ഒരു തെറ്റായ ചിന്ത പലരുടെയും മനസ്സിൽ സാത്താൻ കൊടുക്കും. ഇത് ഏറ്റവും കൂടുതൽ വരുന്നത് പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോഴാണ്. പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്ത സകല പാപങ്ങളും സാത്താൻ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. എന്നിട്ട് പറയും, ഇത് നീ ചെയ്ത പാപത്തിനുള്ള ദൈവം തന്ന ശിക്ഷയാണ്. ഇതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലാനുള്ള ആ ഒരു കോൺഫിഡൻസോ ദൈവത്തിലുള്ള വിശ്വാസമോ ഒക്കെ പലർക്കും നഷ്ടപ്പെടും. ഇങ്ങനെ ദൈവത്തിൽ നിന്നും അകന്നു കഴിയുന്നവരോട്, ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലാനുള്ള മടിയുള്ളവരോട് ഞാൻ പറയുകയാണ്, ഈ ലോകത്തിൽ ഞാനും നിങ്ങളും അടങ്ങുന്ന എല്ലാവരും ദൈവത്തിന് പാപക്കണക്ക് എടുത്താൽ ഒരുപോലെ തന്നെയാണ്. കാരണം എല്ലാവരും പാപം ചെയ്യുന്നവരാണ്, എല്ലാവരും പാപം ചെയ്യാൻ പോകുന്നവരുമാണ്. പാപം ചെയ്യാത്തവനായിട്ട് ഒരൊറ്റയാളേ ഉള്ളൂ. He knew no sin, he did no sin and sin was not in him. ഇത് യേശു മാത്രമാണ്. ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തത് യേശു മാത്രമാണ്. ദൈവം പാപത്തിൻ്റെ കണക്ക് എടുത്തു നോക്കുവാണെങ്കിൽ എല്ലാവരും ഒരുപോലെ തന്നെയാണല്ലോ യാഥാർത്ഥ്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ കാഴ്ചപ്പാടാണ്. പാപിയായ നമ്മൾ പാപമില്ലാത്ത ദൈവത്തെ നോക്കുമ്പോഴുള്ള കാഴ്ചപ്പാടാണിത്. എന്നാൽ പാപിയായ നമ്മളോടുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ അവൻ്റെ ചിന്താഗതി എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. യഹൂദനായിട്ട് തന്നെ യഹൂദന്മാരോട് ചുങ്കം പിരിച്ച്, അന്യായമായിട്ട് ചുങ്കം പിരിച്ച് യഹൂദന്മാരുടെ എല്ലാ അപ്രീതിക്ക് പാത്രമായ ഒരാളായിരുന്നു നമ്മുടെ കുള്ളനായ സക്കായി. ഈ സക്കായി യേശുവിനെ കാണാൻ വേണ്ടി നമുക്കറിയാം ഒരു മരത്തിൻ്റെ മേളിൽ കയറുന്നു. പാപിയായ അന്യായക്കാരനായ ദുഷ്പ്രവർത്തിക്കാരനായ സക്കായിയോട് യേശു പറയുന്നു, സക്കായിയെ നീ ഇറങ്ങി വാ, ഞാനിന്ന് നിൻ്റെ വീട്ടിലാണ് അത്താഴം കഴിക്കുന്നത്, ഞാൻ നിൻ്റെ ഭവനത്തിൽ വരാൻ ആഗ്രഹിക്കുന്നു. അത് സക്കായിയെ സംബന്ധിച്ച് അത് തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. മാത്രമല്ല സക്കായിക്ക് ചിന്തിക്കാൻ പോലും കഴിയാവുന്ന ഒരു കാര്യമായിരുന്നില്ല. കാരണം സക്കായിയെ സാധാരണ എല്ലാവരും വെറുത്തിരുന്ന സക്കായിയുടെ വീട്ടിൽ യഹൂദനായ ദൈവപുരുഷനായ യേശുവാണ് സക്കായിയോട് പറഞ്ഞത്, ഞാൻ നിൻ്റെ വീട്ടിൽ വരികയാണെന്നുള്ളത്. സക്കായി യേശുവിനുമായിട്ട് വീട്ടിലോട്ട് പോകുന്ന ആ രംഗം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. സക്കായി വളരെ ഗമയോടുകൂടി തന്നെയായിരുന്നായിരിക്കണം യേശുവിനെ കൊണ്ട് പോയത്. കാരണം അതിനെക്കാട്ടിലും വലിയൊരു റെസ്പെക്റ്റ് സക്കായിക്ക് കിട്ടാനില്ല. പാപിയായ ചുങ്കക്കാരനായ സക്കായിയുടെ വീട്ടിൽ യേശു പോയതിനെ ഒരുപാട് പരീശന്മാർ അവർ പറയുന്നുണ്ട്, പാപികളുടെ വീട്ടിൽ പോകുന്ന ആളാണ് യേശു. ഈ നെഗറ്റീവ്സ് ഒക്കെ കേട്ടിട്ട് യേശു ഫൈനലായിട്ടൊരു പ്രസ്താവന നടത്തുന്നുണ്ട്, പാപികളെ തിരഞ്ഞു രക്ഷിപ്പാൻ വന്നവനല്ലോ മനുഷ്യപുത്രൻ എന്ന്. ഈ ഒരു പാപികളെ തിരഞ്ഞ് രക്ഷിപ്പാൻ വന്ന മനുഷ്യപുത്രനെയാണ് യേശു സക്കായിയുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തത്. തെരഞ്ഞു പിടിച്ച് സക്കായിയെ ഒറ്റപ്പെടുത്തുന്ന ആ യഹൂദന്മാരുടെ ഇടയിൽ തന്നെ, അവരുടെ എല്ലാം മുമ്പിൽ വെച്ച് തന്നെ സക്കായിയെ തെരഞ്ഞു പിടിച്ച് സക്കായിയുടെ വീട്ടിൽ പോയി അവസാനം നമുക്ക് കാണുന്നുണ്ട് ആ ഒരു സ്ക്രിപ്ചറിൽ സക്കായിക്ക് വരുന്ന മാറ്റം. പാപികളെ തിരഞ്ഞു രക്ഷിക്കാൻ വരുന്ന ഈ ഒരു രക്ഷകൻ്റെ നേച്ചർ തന്നെയാണ് യേശു മുടിയനായ പുത്രൻ എന്ന ഉപമയിൽ കൂടി തന്നെയും കാണിച്ചു തരുന്നത്. മുടിയനായ പുത്രൻ്റെ ഉപമ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ സ്ക്രിപ്ചറിൽ ഏറ്റവും കൂടുതൽ എന്നെ ചിന്തിപ്പിച്ചതും ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമായുള്ളതുമായ ഒരു വാക്യമാണ്, ദൂരത്ത് നിന്ന് തന്നെ തൻ്റെ മകനെ കാണുന്ന പിതാവ് എന്ന് പറയുന്ന ഒരു വാക്യം. ദൂരത്ത് നിന്ന് തന്നെ അല്ലെങ്കിൽ വഴിക്കണ്ണുമായിട്ട് നോക്കിയിരിക്കുന്ന ഒരു പിതാവിനെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സാധാരണയായിട്ട് പിഴച്ചു പോകുന്ന മക്കളെ പറ്റി മാതാപിതാക്കൾ പറയുന്നത്, ഞങ്ങൾക്ക് ഇനി അങ്ങനെ ഒരു പുത്രൻ അല്ലെങ്കിൽ ഒരു മകളില്ല. പക്ഷെ ദൈവം എന്ന പിതാവ് എത്ര നമ്മൾ അകന്നു പോയാലും നമ്മളൊക്കെ തിരിച്ചു വരുന്നത് നോക്കി വഴിക്കണ്ണുമായിട്ട് നോക്കിയിരിക്കുന്ന ഒരു പിതാവിനെയാണ് ദൈവം ഈ ഒരു ഉപമയിൽ കൂടി കാണിക്കുന്നത്. പാപികളെ തെരഞ്ഞ് രക്ഷിക്കാൻ വന്ന ആ ഒരു യേശുവിൻ്റെ ചിത്രം ഇതിനെക്കാട്ടിൽ എത്ര മനോഹരമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു യേശുവിൻ്റെ സ്നേഹം, യേശുവിന് പാപികളോടുള്ള കാഴ്ചപ്പാട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ചിലർക്കുണ്ടാകുന്നത് സ്പിരിച്വൽ ലോസ് ആയിരിക്കും. ബൈബിൾ വായിക്കാനോ പള്ളിയിൽ പോകാനോ അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ആ ഒരു പ്രാർത്ഥനാ ബന്ധത്തിൽ നിന്നൊക്കെ ഒരുപാട് അകന്നു പോയിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. ഇതുകൊണ്ട് തന്നെ പിന്നെയും ദൈവത്തിൻ്റെ അടുക്കൽ വരാൻ നമുക്ക് വല്ലാത്തൊരു ഗിൽറ്റി ഫീലിംഗ് ആയിരിക്കും. പലപ്പോഴും ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നതായ സാഹചര്യങ്ങളും സിറ്റുവേഷൻസും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നെന്നിരിക്കാം. എന്ന് വെച്ച് നമ്മളെ ദൈവം എന്നേക്കുമായിട്ട് തള്ളിക്കളഞ്ഞു എന്നുള്ള തെറ്റായ ചിന്താഗതി സാത്താൻ കൊണ്ടുവരുമ്പോൾ വഴിക്കണ്ണുമായിട്ട് നമ്മളെ നോക്കിയിരിക്കുന്ന ആ ദൈവത്തിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. സക്കായിയുടെ അടുത്ത്, പാപിയായ സക്കായിയുടെ അടുത്ത്, ഞാൻ നിൻ്റെ ഭവനത്തിൽ വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ യേശുവിനെ നമ്മൾക്ക് ഓർക്കുക. സക്കായിയോട് പറഞ്ഞത് തന്നെ നമ്മളോട് ഓരോരുത്തരോടും യേശു പല
ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും പറഞ്ഞുകൊണ്ടേയിരിക്കും, സക്കായിയെ നീ ഇങ്ങ് പോര്, സക്കായിനിയെ നീ ഇങ്ങ് പോര്, ഞാൻ നിനക്കായിട്ട് കാത്തിരിക്കുന്നു, ഞാൻ നിന്നെ അഗാധമായിട്ട് സ്നേഹിക്കുന്നു. ഈ ഒരു വാക്ക് കേട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടി വരാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം അനുഗ്രഹം നൽകട്ടെ. കം fall in love with Jesus and fall in love with this word of God. Hallelujah.